ശോഭേ ശോഭേ, ദേ കല്യാണിക്കുട്ടിയുടെ അമ്മ വന്നിരിക്കുന്നു. കല്യാണിക്കുട്ടി ഇവിടെ ഇല്ലല്ലോ. അവൾ എവിടെ പോയി? ഇപ്പൊ എന്താ ചെയ്യാ? വരൂ, ഇരിക്കൂ. വീട്ടിൽ വിശേഷിച്ചൊന്നുമില്ലല്ലോ. ലക്ഷ്മിക്ക് സുഖമല്ലേ? അതെ. ഞങ്ങളുടെ പരീക്ഷ അടുത്താഴ്ച തുടങ്ങാണ്. അറിഞ്ഞു. ഞാനിപ്പോ വരാം. അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം? ആ ചിത്രവും കണ്ട് അമ്മ ദേഷ്യത്തില. അമ്മ എപ്പോ വന്നമ്മേ? എവിടെയായിരുന്നു നീ ഇതുവരെ? ഞാനേ മോളിലില്ലേ, മോളിലെ ടെറസ് അവിടെ ഇരുന്ന് വായിക്കായിരുന്നു അമ്മേ. എന്താ അമ്മേ വിശേഷിച്ച്? വിശേഷിച്ച് കാര്യമൊന്നുമില്ല. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താണ് ഇത്? ഓ, അപ്പോ കേട്ടതൊക്കെ നേരായിരുന്നു അല്ലേ? ചുമ്മാ ഇരിക്കും അമ്മേ. ഓരോന്ന് പിള്ളേർ പറഞ്ഞുണ്ടാക്കുന്നു വെച്ച് വെറുതെ പറയുന്നതോ? അന്വേഷിച്ചറിയാൻ പറഞ്ഞിട്ട് ഇവിടെയുള്ള നിന്റെ ചെറിയച്ഛൻ എനിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നിന്റെ ഭാവം? വിവാഹമാണെങ്കിൽ എനിക്ക് വേറെ വിവാഹം വേണ്ട. ആ ക്യാപ്റ്റന്റെ വീട്ടുകാർക്ക് ഏതാണ്ട് വാക്ക് കൊടുത്ത പോലെയാ. ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. മതി പഠിച്ചത്, വേഗം പോകാൻ തയ്യാറായിക്കൊള്ളൂ. അത് പരീക്ഷയാ. അതിന് നീ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയതല്ലല്ലോ. പരീക്ഷ എടുത്തു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. നീ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ട, പാസ്സാകുകയും വേണ്ട. അമ്മ ഞാൻ പറയുന്നത് കേൾക്കൂ. കല്യാണി 10 ദിവസത്തേക്ക് ലീവിന് എഴുതി കൊടുത്തോളൂ. സംസാരമൊക്കെ വീട്ടിൽ ചെന്നിട്ടാകാം. പ്രഭു, മൈ ഡിയർ പ്രഭു, ഞാൻ വരാം കേട്ടോ. കേരടി. ശോഭേ, ശരി, പോയിട്ട് വരും. വീട്ടിൽ പോയി ചേട്ടനോട് പറഞ്ഞു കൊടുക്കൂ, ഒരു പെൺകുട്ടിയോട് നശിച്ചു. ഇനി ചേച്ചിയും കൂടിയുള്ളൂ ബാക്കി. പറഞ്ഞോളൂ, ഇഷ്ടം പോലെ പറഞ്ഞോളൂ. നിങ്ങൾക്കൊക്കെ ഇതൊരല്പം നിയന്ത്രിച്ചുകൂടെ? നിയന്ത്രിക്കേണ്ടവരൊക്കെ തന്നെയാണ് ചേട്ടനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. അവരൊക്കെ ആഗ്രഹിച്ചതുപോലെ ചേട്ടൻ ഇപ്പോൾ ആയിട്ടുണ്ട്. അവരോ? ആരാത്? അമ്മ, ഞങ്ങളുടെ അമ്മ. അച്ഛൻ, എന്റെ അച്ഛൻ. ലക്ഷ്മി എടുത്തി, ലക്ഷ്മി എടുത്തി. എന്താ കുട്ടി കേക്കണേ? പ്രേമം. കൊള്ളാം. എന്നെ കണ്ടല്ലേ കുട്ടി നീ ഇത്രയും കാലം വളർന്നത്? ലക്ഷ്മി എടുത്തി, നിനക്ക് ഞാനാവണമെന്ന് എന്താ ഇത്ര മോഹം? ആണിനൊന്നും നഷ്ടപ്പെടില്ല, പെണ്ണിനതല്ല കുട്ടി. എനിക്കറിയാം ലക്ഷ്മി എടുത്തി, എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ മനസ്സൊഴി. വേറെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ പേരായിരുന്നെങ്കിലും അമ്മയ്ക്ക് ഇത്ര അരിശം വരില്ലായിരുന്നു. വെറുതെ ആൾക്കാർ അതും ഇതും പറഞ്ഞുണ്ടാക്കുന്ന ലക്ഷ്മി എടുത്തി. പ്രഭുവിനെ എനിക്കറിയാം. അതല്ല മോളെ. പിന്നെ
അയാളുടെ വീടിനെ കുറിച്ചും അമ്മയെക്കുറിച്ചും അച്ഛന്റെ മരണത്തെ പറ്റിയൊക്കെ എന്തൊക്കെയോ കേൾക്കണോ? എനിക്കറിയില്ല. അതൊന്നും തിരക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എന്താ ജോലി? പരദൂഷണം. അവനവന്റെ ജോലി നോക്കി നടന്നാൽ യാതൊരു കുഴപ്പമില്ല. മൈ ഡിയർ പ്രഭു, മൈ ഡാർലിംഗ് പ്രഭു, വേണ്ട, മൈ സ്വീറ്റ് ഹോട്ട് പ്രഭു. അമ്മ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. കിളികളെയും മറ്റും കൂട്ടിലിട്ടടക്കില്ലേ, അതുപോലെ. എന്തൊരു ഭംഗിയായിരുന്നു നമ്മളൊത്ത് കഴിഞ്ഞിരുന്ന ആ ദിവസങ്ങൾക്ക്. കഷ്ടം തന്നെ. എന്തായി കുട്ടികൾക്ക്? അവര് പിന്നെ എന്ത് ചെയ്യണം? ഓടിച്ചെന്ന് മാലയിടണോ? നിനക്കതിൽ ഹീറോ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പേടിക്കാൻ തുടങ്ങിയാൽ അത് കുറച്ച് കടുപ്പം തന്നെയാ. ഒരാൾ സിസ്റ്ററിനെ കാണാൻ ഹോസ്റ്റലിൽ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അങ്ങനെ അങ്ങ് ആളെ പിടിച്ച് നിന്ന ആളാണോ? ഞാനൊന്ന് നോക്കട്ടെ. കല്യാണി, കല്യാണി, നീലിമയുടെ ചേട്ടനല്ലേ? അതെ, ഞാൻ പറഞ്ഞു വിടാം. ഹായ്, നല്ല ആള്. ഇങ്ങനെയാണോ ശനിയാഴ്ച വരാമെന്നും പറഞ്ഞിട്ട്? ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച, അത് കഴിഞ്ഞാൽ വീണ്ടും ശനിയാഴ്ച. ഹായ്. താങ്ക്സ്. ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ എന്നെ പേടിക്കാത്ത ഈ ഹോസ്റ്റലില്. പേടിയോ? ചേട്ടന് കല്യാണിക്കുട്ടിയെ അറിയാഞ്ഞിട്ടാണ്. ഇവരൊക്കെ ആരാ? ഹിപ്പികളാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകളാ. ഇതെല്ലാം ചില പഴയ ടെക്നിക്കുകളാ. ദേ, നാടൊട്ട് ചീത്തപ്പേരുള്ള ആളാ. പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും. ഒരു വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ആ നിമിഷം ഞാൻ കട്ട് ചെയ്യും. വിളിച്ചിട്ടും കിട്ടുന്നില്ല. വെറുതെ ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ പോയി ഒന്നുകൂടെ ട്രൈ ചെയ്യും. അങ്ങനെ ഇപ്പൊ വേണ്ട. എന്തൊരു കിടപ്പാടി ഇത്? എഴുന്നേറ്റ് മര്യാദയ്ക്ക് കിടക്ക്. അധിക പ്രസംഗം. ഇന്നലെ പരീക്ഷ കഴിഞ്ഞു. ഇതെല്ലാം തിരക്കാൻ ഇന്നെങ്കിലും ഒരാൾ എത്തിയല്ലോ. ധൃതി വെക്കണ്ട. നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരാളെ ഞാൻ ഉടനെ ഉണ്ടാക്കി തരാം. പോ ചേട്ടാ. ചേട്ടന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്നൊന്ന് അറിഞ്ഞാൽ ഞാൻ തന്നെ കല്യാണിക്കുട്ടിക്ക് ഒരു കത്ത് എഴുതാമായിരുന്നു. എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ?
ഒരു വലിയ മണ്ണാങ്കട്ട. ഇത്രയും വലിപ്പമുള്ള ഒരു വലിയ മണ്ണാങ്കട്ട എന്റെ അടുത്തുനിന്ന് രക്ഷിച്ചോണ്ട് പോയിരിക്കല്ലേ അവിടെ വീട്ടുകാര്. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യട്ടെ. കുറെ പെൺകുട്ടികളുടെ കൂടെയാണ് എനിക്ക് അടുത്ത വർഷവും അവിടെ താമസിക്കേണ്ടത്. എന്റെ പേരും പറഞ്ഞ് അങ്ങനെ ആരും അഭിമാനിക്കണ്ട. ആരും. തലപൊക്കി നടക്കാനെങ്കിലും ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. അമ്മേ, അമ്മയെങ്കിലും ചേട്ടനെ വിളിച്ചൊന്ന് പറയൂ, ഈ കളി മതിയാക്കാൻ. ഞാനോ? മോള് ചെല്ല്. ഞാൻ പറഞ്ഞാൽ നീ അതനുസരിക്കും. അച്ഛൻ പറഞ്ഞതാണല്ലോ എന്ന് കരുതി. പക്ഷേ അവനോട് ഇത് പറയാൻ എനിക്ക് അധികാരമില്ല. രണ്ടാനച്ഛന് സ്ഥാനമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അവനോടൊന്നും പറയാറില്ല. അത് പേടിച്ചിട്ടൊന്നും അല്ല. വേണ്ട, ആരും പറയണ്ട. എന്താ താമസം? ജീരകവെള്ളം റെഡിയായിരുന്നില്ല. മോളെ, ഇന്ന് അച്ഛന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കണം. വേണ്ട, ഞാൻ അമ്മയുടെ കൂടെ ഒന്ന് ഊണ് കഴിച്ചോളാം. എല്ലാ പിള്ളേരും കോളേജിൽ പോകുന്ന പരീക്ഷ എഴുതാനാ. ഈ നാട്ടിൽ ചില പെൺപിള്ളേര് പരീക്ഷ എടുക്കുമ്പോ മുലക്കുപ്പി അന്വേഷിക്കില്ല പണി. എടോ, തന്റെ ഒരു കാലേ പൊട്ടിയിട്ടുള്ളൂ, അടുത്ത കാലും കൂടി. അവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, നമുക്ക് ശോഭേ. നാട്ടിൽ വന്നിട്ട് നീ എന്നെ തിരക്കിയതും കൂടി ഇല്ലല്ലോ. പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതിയിടാ? തിരക്കേടില്ല. ശോഭേ, വരൂ കുട്ടി, നിൽക്കാൻ നേരമില്ല. എന്നാ ഞാൻ വരട്ടെ. ആ കുട്ടിയായിട്ട് വലിയ ചെള്ളാത്തൊന്നും വേണ്ട, അതിനോട് മിണ്ടിയാ മതി. നിനക്കൂടെ ചീത്തപ്പേരാ. വരൂ. നമുക്ക് പോകാം. ഈ ലക്ഷ്മിയടത്തേക്ക് വേറെ പണിയൊന്നുമില്ലേ? ദിവസം ഇത് എന്നെ ജോലി. കാശിക്ക് പോകുമ്പോ സാധുക്കൊക്കെ കൊടുക്കാലോ. ഒരു 101 രൂപയെങ്കിലും ആയിട്ടാവട്ടെ. അതെ അതെ, എന്നും ഇങ്ങനെ കാശി രാമേശ്വരം എന്ന് പറഞ്ഞിരുന്നോളൂ. കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നതിന് പകരം. അതിനൊക്കെ ഒരു തലയിലെഴുത്ത് വേണ്ടേ കുട്ടി? പിന്നെ ഇവിടെ ഇങ്ങനെ യാതൊരു അല്ലലുമില്ലാതെ കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ ഭാഗ്യം. നിനക്കറിയില്ല, തറവാട് ഭാഗം വെച്ചപ്പോ എനിക്ക് 16 വയസ്സാ. ഒരു വസ്തു അറിയില്ല. എല്ലാരും കിട്ടിയതും വാങ്ങി അവരവരുടെ വഴിക്ക് പോയി. ലക്ഷ്മിയടത്തേക്ക് മാത്രം ആരും ഉണ്ടായിരുന്നില്ല. അമ്മയില്ല, അച്ഛനുമില്ല. ഇനിയിപ്പോ അതൊക്കെ എന്തിനാ പറയണേ? നിന്റെ അമ്മയില്ലാന്ന് വെച്ചാ ഇന്ന് ഞാൻ ഉണ്ടാവായിരുന്നില്ല. ലക്ഷ്മിയടുത്തി കിടന്നുറങ്ങേ, എനിക്ക് ഉറക്കം വരുന്നു. അരി തീരാറായിരിക്കണോ? ഏട്ടന്റെ അടുത്തേക്ക് ഒന്നുകൂടെ ആളയക്കാം. ഏട്ടൻ എന്തോ വാശിയില്ല. 2-3 വട്ടം ആളയച്ചതല്ലേ. അമ്മാവരെന്തിനാ ഈ കാര്യത്തിൽ വാശി പിടിക്കുന്നത്? നമ്മുടെ കൃഷി എന്നുള്ളത് നമുക്കല്ലാതെ പിന്നെ ആർക്കാ? തരാൻ പറയണമ്മേ. നിന്നോട് ചോദിച്ചില്ല. കുട്ടികളെ പോലെ സംസാരിച്ചാ മതി കേട്ടോ. എന്റെ ഗുരുവായൂരപ്പ, ഏട്ടൻ ഇങ്ങനെ തുടങ്ങിയാ നമ്മൾ എന്താ ചെയ്യാ? പുള്ളിക്കാരൻ ലീവ് കിട്ടാതെ നിന്ന് കുഴയായിരുന്നു. അവസാനം ഞാൻ അങ്ങ് പൊക്കിയെടുത്തോണ്ട് പോന്നു. ഇതാണോ ക്യാപ്റ്റൻ? ഇച്ചിരി കൊമ്പമീശ കൂടി ആകാമായിരുന്നു. നോക്ക്, അമ്മാവുണ്ട്. വാ. പണ്ടത്തെ കാലത്ത് മിലിറ്ററി എന്ന് പറഞ്ഞാൽ പേടിയാ. മിലിറ്ററിക്കാരന്റെ കൂടെ പെണ്ണിനെ അയക്കില്ല. അന്നൊക്കെ ഒരു പട്ടാളക്കാരന്റെ ജാതകം കൊണ്ട്
കൊള്ളാവുന്ന ഒരു തറവാട്ടിൽ കയറി ചെല്ലാൻ ഞാൻ പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അല്ല, അവിടത്തേക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. IAS, ഡോക്ടർ, മിലിറ്ററി ഓഫീസർ, ഇതൊക്കെ കഴിഞ്ഞ ബാക്കിയുള്ളവർക്കൊക്കെ ഡിമാൻഡ് ഉള്ളൂ.